അങ്ങ് വടക്ക് നിന്ന് വീണ്ടും നമുക്കൊരു ടീസർ വന്നിട്ടുണ്ട്. ബോർഡർ 2, അതായത് പഴയ സിനിമയാണ് ബോർഡർ. അത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് കണ്ട ഹിന്ദി പടങ്ങളിലൊന്നാണ് ബോർഡർ. അതായത് ഈ പറഞ്ഞ പോലെ അതിലൊരു മെയിൻ പാട്ടുണ്ടല്ലോ, സന്ദേശ്. ആ പാട്ട് ഈ പറഞ്ഞ പോലെ അന്ന് ഒരുപാട് കേട്ട്. അന്ന് ആ സിനിമ ആക്ച്വലി ഭയങ്കര ലോങ് ഫിലിമാണ്. ഞാനിത് കാണുന്ന പറ്റി ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട്, നോർത്ത് ഇന്ത്യയിലെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവർ സ്ക്രീൻ കൊണ്ടുവച്ചിട്ട് സ്പീക്കറൊക്കെ കൊണ്ടുവച്ചിട്ട് ഹോളിൽ എല്ലാവരും കൂടെ നിരന്ന് തറയിലിരുന്ന് കാണുന്ന കുറച്ചധികം സിനിമകളുണ്ട്. ഒന്ന് 3 Idiots, മറ്റേ നമ്മുടെ സഞ്ജയത്തിൻ്റെ മുന്നാബായി, പിന്നെ ബോർഡർ, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട അവിടെ ഷോലെ അങ്ങനെ ഞാൻ ആക്ച്വലി ഇത് ടി വിയിലാണ് കണ്ടത്. പക്ഷേ ഞാനത് ഇനീഷ്യൽ നമ്മൾ സിനിമകൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് കണ്ട സിനിമയാണ് ഈ ബോർഡറൊക്കെ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ് എത്ര വർഷത്തിന് ശേഷമാണ്. പുള്ളി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയതല്ലേ, എന്തോ ഭയങ്കര ഹിറ്റായിരുന്നു, 10-700 കോടി എന്തോ കളക്ട് ചെയ്തു. മനസ്സിലായി, മറ്റേ സർദാർജിയുടെ അല്ലേ, അത് പടത്തിൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ പടത്തിന് ഇത്രയും അത്രയും ഫാൻസ് ഉണ്ടായിരുന്നു. മറ്റേ ഒറിജിനൽ പടത്തിൽ സണ്ണി ഡിയോളും അമീഷ പട്ടേലും ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് അത് ഭയങ്കര ഹിറ്റായി ആ സിനിമ. ഒരുപാട് കളക്ഷനൊക്കെ നേടിയ പടം. അപ്പോൾ എനിക്കൊന്ന് ആ സക്സസ് സ്ട്രീക്ക് കൊണ്ടുപോകാനായിരിക്കും തോന്നുന്നു. ഈ ഒരു ഇങ്ങോട്ട് വന്നില്ല, അത് അവിടെയാണ് അതിൻ്റെ ഫാൻസ് മൊത്തം. സോ നമുക്ക് ഇതും അങ്ങനെയാണ് ചാൻസ്. ഇവിടെ അറിയില്ല. അതെ, ഫസ്റ്റ് പാർട്ട് ഒരുപാട് പേർക്ക്, എനിക്ക് തോന്നുന്നു 90s അല്ലെങ്കിൽ 80s ആ ടൈമിലുള്ള കുറേ ആൾക്കാർക്ക് അവരുടെ ആ ഒരു പീക്ക് സിനിമയുടെ ടൈമിൽ ഉണ്ടായിരുന്ന മെയിൻ പടമായിരുന്നു ബോർഡർ. സോ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്. നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. വന്യധവാൻ നേരത്തെ എന്തുവായിരുന്നു? 90s ഓർമ്മയില്ല. तुम जहां से भी घुसने की कोशिश करोगे നല്ല സ്റ്റേജ് ഷോട്ട്. जमीन से समुद्र से सामने एक हिंदुस्तानी फौजी खड़ा पाओगे. അതായത് മിലിറ്ററി, എയർഫോഴ്സ്, നേവി 3 പേരുടെ സംയുക്തമായിട്ടുള്ള പുള്ളിയുണ്ടോ? വരുന്നതാൻ പുള്ളിയുണ്ടോ? പുക തിളച്ച് പോവല്ലേ? റിപ്പബ്ലിക് ഡേയിലാണ് റിലീസ് അല്ലേ? കഴിഞ്ഞിരിക്കുകയാണ് പടം. ഫ്ലൈറ്റ് ഇരുന്ന് പുള്ളി കേൾക്കുവാണ് അതൊക്കെ. എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് തോന്നി, നമ്മൾ ആക്ച്വലി ഇപ്പം ഒഡീസിയുടെ കാര്യം പറഞ്ഞ സമയത്തെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ, ഡൺകിർക്കിനെ പറ്റി. ഇത് കാണുമ്പം എനിക്ക് ഈ മിലിറ്ററി, എയർഫോഴ്സ്, നേവി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇവരുടെ ഈ 3 ഇൻഡിവിജ്വൽ സ്റ്റോറി ലൈൻ ആയിരിക്കും. അത് ഏതെങ്കിലും പടത്തിനൊരു പോയിന്റിൽ ഇത് കൊളൈഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു ലൈൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ 4 പേരുണ്ടല്ലോ ഒരാൾ മിലിറ്ററി, 2 പേര് ഇവർ താഴെയുള്ളവരാണ്, സണ്ണി ഡിയോളും വരുന്നധാൻ്റെ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഐഡിയ ആയിരിക്കും. നമ്മുടെ ഈ ഇതിൽ ഡൺകിർക്കിലൊക്കെ കണ്ട പോലെ ഇപ്പം 3, അപ്പോൾ ഡൺകിർക്കിലൊരു 3 ടൈം ലൈൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 3 വേരിയസ് ലൊക്കേഷനിൽ നടക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇൻസിഡൻറ്റിന് അല്ലേ, അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് തോന്നുന്നത്. അതൊരു പോയിന്റിൽ ചിലപ്പോൾ അതിങ്ങനെ 3 പേരുടെയും ഗോൾ ഒരു പോയിന്റിലേക്ക് എത്തുകയും അങ്ങനെ പടമാണ്. ട്രെയിലർ കണ്ടത്തോളം പക്ഷേ 50 മില്യൺ വ്യൂ അല്ലേ അതെ ട്രെയിലറിന് ഇട്ടേക്കുന്നത്. അത് ഇതിൻ്റെ മീറ്ററിൻ്റെ ഒരു VFX കുറച്ച് നമ്മൾ കണ്ണടക്കേണ്ടി വരും. പിന്നെ ഇത്രയും കൊല്ലം കഴിഞ്ഞൊരു പടം എടുക്കും. മറ്റു തന്നെ ആക്ച്വലി കുറച്ച് മെലോ ഡ്രമാറ്റിക്
കുറച്ച് അത് ഇപ്പം അതെ ജിങ്കോയിസം അത് ഇപ്പം കാണുമ്പോൾ അത് കുറച്ച് പാടായിരിക്കും. കാരണം അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതേ ടോണൊന്നും കാണത്തില്ല. ഇപ്പോഴത്തെ ടോണോട്ട് ഇവർ അഡാപ്റ്റഡ് ആണ്. അതാണ് കുറച്ചൊക്കെ ഈ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് ഡയലോഗ് ഓൾറെഡി പുള്ളിയുടെ എല്ലാ സിനിമയിലും പുള്ളി ഡയലോഗ് പറയുന്ന മീറ്റർ ഇങ്ങനെയാണല്ലോ. പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നില്ല. പുള്ളി എല്ലാത്തിലും ഇങ്ങനെ ഭയങ്കര ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മറ്റേ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ പട്ടണമെന്ന് പറഞ്ഞില്ല, അതിലും ഇതുപോലെ തന്നെ പുള്ളിയുടെ മീറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ പടം ഇപ്പം ഇവരുടെ എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് ഈ പഴയ ബോർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തുള്ള കുറച്ച് ക്ഷമ വേണ്ട പടമാണ്. ഇപ്പം കാണുന്ന ഓഡിയൻസിന് കുറച്ച് ക്ഷമ വേണം. അന്ന് നമുക്ക് ആ സിനിമ ആ ഡ്യൂറേഷൻ പ്രശ്നമല്ല, എന്താ പറയുക, ഇമോഷൻസ് മാത്രമാണ്, ലോജിക് ഒന്നും ഇല്ല. തോക്കെടുത്ത് ഇങ്ങനെ ചറവറ വെടിയോ ഇങ്ങനെ ഒരു അത് ആ ലൈൻ പടമാണത്. അത് തന്നെ ആയിരിക്കും അതിന്റെ ഒരു പരിധി വരെ. അത് ഇതിനകത്തും അത് തന്നെ മറ്റേ ബോർഡർ കിടന്നാൽ ഇന്ത്യക്കാരനുണ്ടാവും എന്നൊക്കെ ലൈൻ അതാ ലൈൻ പടമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഈ പടം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ ട്രെയിലറൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഉടനെ അടുത്ത വീക്ക് വരെ ട്രെയിലർ വരും. ജനുവരി 23 റിലീസല്ലേ. ഒന്നുകിൽ ട്രെയിലർ ജനുവരി ഫസ്റ്റ് വീക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ ഈ മാസം അവസാനത്തേക്ക് എന്തെങ്കിലും കാണുമായിരിക്കും. സോ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. വരട്ടെ. അറിയാം കോശി. എനിക്ക് മറ്റേ വിഷ്ണു അതല്ലേ ആ മീറ്ററിലാണ് അല്ലേ, ആ മീറ്റർ ഓർമ്മ വന്നു.